ഹലോ ഗായ്സ്, അപ്പൊ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് ഇന്ന് വലിയൊരു യാത്ര പോവുകയാണ് ഗായ്സ്. അപ്പൊ നമ്മൾ യാത്രയിൽ നമുക്ക് ഇന്ന് ബഹുമാനപ്പെട്ട മൂന്ന് അതിഥികൾ നമ്മുടെ വണ്ടികളിൽ നമ്മൾ രണ്ട് വണ്ടികളായിട്ടാണ് പോണത്. അപ്പൊ നമുക്ക് ഈ യാത്ര എങ്ങോട്ടാണെന്ന് ഇപ്പൊ പറയണം. നാളെ പറഞ്ഞാൽ മതിയോ? യൂട്യൂബ് വരുമ്പോ കാണൂല പൊണ്ണെ. അപ്പൊ നമ്മള് കൂടെ ഉള്ളത് ആദ്യമായിട്ടുള്ളത് ആൻലി അവറുകളാണ്. ബഹുമാനപ്പെട്ട ആൻലി ആൻലിയാണ് ഇന്ന് മെയിൻ ആയിട്ട് വണ്ടി ഓടിക്കുന്നത്. എന്നെ ഡ്രൈവർ ആക്കി ഗൈസ്. ആൻലി, നമ്മൾ പോണ സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക്. എത്ര കാലത്തിന് ശേഷം നമ്മൾ ടൂർ പോകുന്നു? കൊറേ കാലത്തിന് ശേഷം. Yes. അടുത്തതായി നമ്മൾ ഈ ജോർജിയയിൽ വന്നിട്ട് ആദ്യമായി ടൂർ പോകുന്ന നമ്മുടെ ഫസ്റ്റത്തെ ടൂറിനെ പറ്റി പറയാം. ഫസ്റ്റത്തെ ടൂർ സോ ഫാർ സോ ഗുഡ് ആണ്. ഇനി നമ്മൾ അങ്ങോട്ട് പൊളിക്കുന്നു, തകർക്കുന്നു, ഫുൾ എനർജി വൈബ്സ്, ഓൺലി ഗുഡ് വൈബ്സ്. പിന്നെ നമ്മള് കൂടുതലുള്ള അഞ്ജലി എന്താണ് പറയാനുള്ളത്? ഇനി എന്ത് പറയാൻ? മുന്നത്തെ ടൂർ പോയിട്ടില്ലേ? ടൂർ പോയി ലാസ്റ്റ് പോയത് ഗുദാവരി. കോൺഫിഡൻഷ്യൽ. ഞാൻ കൊജോരി മൗണ്ടൻസിൽ പോയിട്ടുണ്ട്. കൊജോരി മൗണ്ടൻസിൽ ഞങ്ങള് ഗേൾസ് ഓൺലി ട്രിപ്പ് പോയി. That was so amazing. The most amazing part is I'm still alive. That is the most amazing part of that trip. അല്ല, I'm still alive. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ പോണ സ്ഥലം തികച്ചും ഒരു വൈബ് ഏരിയ ആണ്. നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആണ്. കുറെ പേര് ജോർജിലുള്ളവർ പോയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് നോക്കാം അവിടെ എന്തായിരിക്കും, അടിച്ചുപൊളി എന്തായിരിക്കും എന്നൊക്കെ നോക്കാം. അതിന് നമുക്ക് കുറെ റീൽസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? പഠിച്ചവനെ അറിയാതെ നടക്കുന്നത്. എപ്പോ ടൂർ പോയാലും നടക്കാത്തൊരു കാര്യമാണ് റീൽസ്. ഫുൾ പ്ലാൻ. നമ്മള് റീൽ എടുത്തിട്ടുണ്ട്. കുത്തവരി പോയപ്പോ നമ്മള് റീൽ എടുത്തേ. രണ്ടാളിങ്ങനെ കാണിക്കട്ടെ. നീ ഷൂട്ട് ചെയ്ത്, നീ എഡിറ്റ് ചെയ്ത് പുറത്തോട്ടിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ. അപ്പൊ ഹലോ ഗൈസ്, അപ്പൊ നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മള് പോണ വഴിക്ക് നമ്മള് അടിപൊളി സ്ഥലം കണ്ടപ്പോ നിർത്തി. അല്ലി മാറി അത് നമ്മള് കണ്ടു. ചിക്കൻ റോൾ ഞാൻ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി ചിക്കൻ റോളാണ്. നിങ്ങൾ അപ്പൊ എല്ലാരും ചിക്കൻ റോൾ എടുത്തോളി. ഞാൻ എന്നാ പിടിച്ച ഞാൻ തരാം. പാവപ്പെട്ടവർക്ക് നന്മകൾ മാത്രം ചെയ്യാൻ എന്റെ ജീവിതം ബാക്കിയില്ല. മറ്റേ മ്യൂസിക് ബീജം ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കട്ട്ലേറ്റിന്റെ ഗൈസ്, നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോണത് എന്താണ് ട്രിപ്പിനെ പറ്റി പറയാനുള്ളത്? ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതാണ്. ട്രിപ്പിനെ പറ്റിയിട്ട് പറയാണെങ്കിൽ മെമ്മറീസ് ഉള്ള ഒരു ട്രിപ്പാണ്. അപ്പൊ അതിലെ 1 മണിക്കൂർ അതിലെ വന്നിട്ട് 1 മണിക്കൂറിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. 1 മണിക്കൂറിൽ വണ്ടിയിൽ വെള്ളം ഒഴിച്ച് കാറ്റടിച്ച് നിന്റെ ഉള്ളിലേക്ക് എന്തൊക്കെയാ? നിനക്ക് എന്തൊക്കെ ചെയ്തു? ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തലേ ദിവസത്തെ പ്രിപ്പറേഷൻ തലേ ദിവസത്തെ പ്രിപ്പറേഷൻ നേരത്തെ കിടന്നു തുടങ്ങി 11 മണിക്ക്. എന്നിട്ട് 7:45 നീച്ചു, കുളിച്ചു. 7:44 8 മണിക്ക് ഇവൻ ലേറ്റ് ആയി. ഇവൻ ലേറ്റ് ആയപ്പോൾ ഞങ്ങളും ലേറ്റ് ആയി. അപ്പോൾ എല്ലാവരും ലേറ്റ് ആയി. നമുക്ക് അടുത്ത ആൾ വരുമ്പോ എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻ ടൂറിന്റെ? കിടന്നുറങ്ങി, രാവിലെ എനിക്ക് പല്ലിട്ടു, സഹോന്റെ കുറെ തല്ല് കിട്ടി, തിരിച്ചു വന്നു. ഇവര് കാരണമാണ് മൊത്തം ലേറ്റ് ആയത്. ഇന്നലെ ഗൾഫിൽ നിന്ന് എത്തിയിട്ടുള്ളൂ കാഴ്ച. പക്ഷെ ഒരു ഭാഗ സാധനം എന്താ തരിക
വീട്ടിക്ക് വിളിച്ചതാണോ? ഏ? ഞാൻ വീട്ടിക്ക് വിളിച്ചതാ. എന്ത് അന്നെ ഉറക്കം കാണാനാ? അല്ല, ഇന്നത്തെ രാത്രി പയ്യന്മാരുടെ ഉറക്കം. ഇന്നലെ ടൂറിന് വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻ ഉറങ്ങാ ഉള്ളി ഉറങ്ങാം. എന്തൊക്കെ കൊണ്ടുവന്നപ്പോ ഇങ്ങോട്ട് ഞാൻ ഒന്ന് കൊണ്ടു എന്താ നീ ടൂർ വന്നത്? വെറുതെ വെച്ചു. നമ്മളെ ഫുഡ് വെച്ചിട്ട് ബാക്കി അല്ലി റെഡിയല്ലേ? എത്തി സാധനം ചാണകം 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 ഒരു അച്ഛന് വരും ഗൈസ്. നമ്മളെ കൂടെ ഉള്ള ബാക്കി ഞങ്ങൾക്ക് അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കാറ് പോയ പൂന്തും എന്നുള്ളത് കൊണ്ട് ഞങ്ങള് നേരത്തെ ഇവിടെ എത്തി. നല്ല പിടി എന്നിട്ടോ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് പർവാനി ലേക്കിലാണ് ഗൈസ്. നമ്മുടെ ഉഗ്രനായിട്ട് അടിപൊളിയായിട്ട് പറ്റിച്ച ഒരാളുണ്ട്, പേര് ആൻഡി. പച്ചപ്പുല്ല് ഇതാ പച്ചപ്പുല്ല്, ഫോഗ് ഇതാ ഫോഗ്, അതിനടുത്തൊരു പർവാനി ലേക്കും ഇതാ ലേക്ക്. ലേക്ക് മൂഞ്ചിന്ന് പറഞ്ഞ മൂഞ്ചി. ഇവിടെ എത്തിയിട്ട് ഒന്നും വണ്ടിയെ നടക്കുന്നില്ലാതെ ഞാൻ കാറിലിരുന്ന് സൂം ചെയ്ത് കണ്ടോണ്ട്. അറ്റ്ലാന്റിക്കിന്ന് കാണാൻ പറ്റിയിട്ട് എത്ര രൂപ കോസ്റ്റ്? ചാണകം ഞാനും ചാണകം ചാണകം. ഗായ്സ് എങ്ങനെയുണ്ട് പർവാനിലേക്ക്? ഇവിടൊക്കെ പർവാനിലേക്ക് ഉണ്ടോ ഇനി? നമ്മള് പർവാനിലേക്ക് എത്തി. കാലിലൊക്കെ ഇത്രയുണ്ട് മനസ്സിലാവും. നമുക്ക് എന്താണ് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. സ്റ്റൂ കാണാടാ, ഇത് വെയിലത്തിടുമ്പോ ഒന്ന് ശത്രുവിന്റെ ഒന്ന് ശത്രുവിന്റെ മിത്രം, മിത്രത്തിന്റെ ശത്രു. ഇതെന്താ ഒരു ടോപ്പ് വ്യൂ ആട്ടാ ഇവിടെ അങ്ങോട്ട്. Come on, come on. ഇതാക്കാം. കടലിൽ വേണ്ട വേണ്ട, അത് എല്ലാരും കൂടി എല്ലാരും പോയിക്കോളി. ഈ കടലിന് എത്ര ആയം കാണണമെങ്കിൽ അളന്നാല് അതിനിറങ്ങിയേ തിരിക്കണം.
ഈ ഇതിനകത്ത് ആദ്യം കാണും ആദ്യം മുങ്ങി നോക്കണം അങ്ങനെ നോക്കിയാൽ കാര്യമുള്ളൂ. ഇതാണ് ശ്രീജയ്ക്ക് ശ്രീജയാണ് ശ്രീ പറ്റില്ല. ഇറങ്ങി വെക്കും കൈയാട്ട് എന്നെ പിടിക്കട്ടോ. ഓ ഇല്ല ശരിയാ ചാവൊക്കെ പോയതാണോ അറ്റൻഷൻ എടാ ഇവിടുത്തെ കരയൊക്കെ ചുള്ളു പോകുന്നുണ്ട്. നമ്മൾ റീൽസ് ഒക്കെ ചെയ്യണ്ടേ? വാ റീൽസ്. വേറെ ആളുണ്ട് കാറിന്. ഗായ്സ് എനർജി നിൽക്കണം. അവിടെ എത്ര നേരം എനർജി ആയിരിക്കണം. എന്തിനാ ഇവിടെ നിക്കുന്നത്? നമ്മള് കൂടെ ഉള്ളവരോ അവര് പത്തുമണി കാണാൻ പോയിട്ടുണ്ടാവും ഇനിയിപ്പോ. റയാന്റെ ഫോണിലെ മാപ്പ് ഏതാന്ന് നോക്കണം. റയാന്റെ ഫോണിലെ മാപ്പ് ഏത് പ്രത്യേകതരം മാപ്പാണ്. അവര് തപ്ഷിക്കിന്റെ വീട്ടിൽ പോയി. അവനല്ലേ പറഞ്ഞ തപ്ഷിക്കിന്റെ വീട്ടിൽ പോയി കണ്ടന്റിന് വേണ്ടി. നമ്മള് പ്ലാൻ എന്താ വെച്ചാല് റിസർവയർ കാണണം വരുന്ന വൈക്ക്. ആദ്യം ഒന്ന് കണ്ടു. അപ്പൊ റയാൻ പറഞ്ഞു ഇതിന് വലുതുണ്ട്. എവിടെ അറിയില്ല. പോയി. അപ്പൊ ഞാൻ വണ്ടി നിർത്തി. വണ്ടി ബാക്ക് നിർത്തുന്നു. റയാൻ പറഞ്ഞു ചായ്ക്ക ഇതെല്ലാം അപ്പുറണ്ട്. പറഞ്ഞ് തിബിലിസ് എത്തി. ഞങ്ങൾ ഇഞ്ഞിട്ട് ഇവിടെ നിർത്തിയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓൻ പോയി. ഓനെ കാണാനല്ല. അങ്ങനെ തിരിഞ്ഞു നോക്കുക. അതുമില്ല. കാരണം എന്താ ഓക്കെയാണ്. ആ ഓക്കെ അതിന്റെ കഥ ചിലപ്പോ ഇവർക്ക് മനസ്സിലാവില്ല കാണുന്നവർക്ക്. എന്നെ കാണുന്നുണ്ടോ? അതില് എന്നെ കാണുന്നുണ്ടോ? എന്റെ മൊത്തം കഥല്ലേ ഉടലോട് മൊത്തം കാണുന്നുണ്ട്. എന്നാ പിന്നെ ഞങ്ങള് ഫുഡൊക്കെ എങ്ങനെ തിന്നാന്ന് വിചാരിച്ചു. എന്തായാലും അത് കൊണ്ടുവന്ന് തീർക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ലാത്തോണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ടിബ്ലിസ്ക്ക് വിടുന്നു. നമുക്ക് ബ്ലൂ മെക്സിക്ക് വിട്ടാലോ? ഫോട്ടോസ് വീഡിയോസ് കിട്ടില്ല. പക്ഷെ പറയേണ്ട കാര്യമുണ്ട്, വെരി ടേസ്റ്റ്. താങ്ക് യു ആൻലി ആൻഡ് പ്ലസ് കോവർക്കർ. ടോപ്പ് കട്ട്ലറ്റ് ക്രിസ്പി ഒക്കെ. കട്ട്ലറ്റ് അല്ല കട്ട്ലറ്റ് പോലത്തെ നീണ്ട ചിക്കൻ റോൾ. ഇതാ പൊരിഞ്ഞു വീണണ്ട. പക്ഷെ ശരിക്കും ഇങ്ങനെയല്ല, കുറച്ചും കൂടെ ചൂടോടുകൂടെ കഴിക്കണം. ഇപ്പൊ നമ്മള് കുക്ക് ചെയ്ത് കൊണ്ടുവന്നോണ്ട് നിങ്ങൾക്ക് ആർക്കാണെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടായി തരും. 1-ന് 2 ലാരി, 3-ന് 5 ലാരി, 10-ന് പൈസ വേണ്ട, 20-ന് വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കാം. ആ കഥ പറഞ്ഞെടുത്താൽ മതി. ഇതൊന്നും ഇവർക്ക് അറിയില്ല കഥകള്. ഷായ്ക്ക് പറഞ്ഞു കൊടുക്കും. പണ്ട് നമ്മൾ ഞങ്ങൾ സഹോ എന്ന് പറഞ്ഞൊരാളുണ്ട് അതിന്റെ വീട്ടില്, സഹന്ന. ഓളെ ഞങ്ങള് ബിസിനസ് തുടങ്ങി. സിയോ കഴിഞ്ഞു. സിയോ നോമ്പിന് 2 കട്ട്ലറ്റ് ഉണ്ടായിട്ട് ഞങ്ങളൊരു കച്ചവടം തുടങ്ങി. അതിന് സിയോ ആണ് ഈ ഇരിക്കുന്നത്. ഒന്നും കട്ട്ലറ്റ് ഉണ്ടാക്കാൻ അറിയില്ല, പൈസ കിട്ടുന്ന അറിയില്ല. സിയോ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ഇവിടെ ചെയ്തു കൊടുത്തതാ. എന്റെ ഒരു വാട്സപ്പ് ബിസിനസ് വേണമെന്ന് പറഞ്ഞു. ഞാനത് ഇട്ട് കൊടുത്ത് സാധനം അരിഞ്ഞു വെക്കാൻ പറഞ്ഞു. സാധനം അരിഞ്ഞു വെക്കാൻ പറഞ്ഞു. രാവിലെ ഞാൻ അരിഞ്ഞൊക്കെ നമുക്ക് പ്രാന്താണല്ലേ. നമ്മളെന്തൊക്കെയോ കാണിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യ, നമ്മള് ബിസിനസ് ഭാവി വരട്ടെ. നമ്മുടെ 5-ന് എന്തായിരിക്കണേ എന്നെ കാണുന്നുണ്ടോ?
അതിന്റെ ഓർഡർ മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. കാലിന്റെ വിരല് തൊട്ട് തലയുടെ മുടി വരെ കിട്ടുന്നുണ്ട്. ബിസിനസ് തുടങ്ങുന്ന മുമ്പേ TV ഓർഡർ ചെയ്തിക്കണ് EMI ഡ്രസ്സൊക്കെ EMI ഓർഡർ ചെയ്യും. ഷായിക്ക പറയുന്നതിന്റെ പകുതി വിശ്വസിച്ചാ മതി, ബാക്കി പകുതി തള്ള. അപ്പൊ ഞാൻ പറഞ്ഞെടുത്തത് ഇതിനൊരു പോസ്റ്റർ ഉണ്ടാക്കണം. പോസ്റ്റർ സഹോ പോസ്റ്റർ ഉണ്ടാക്കണേ. അപ്പൊ പൈസ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയോണ്ട് കറക്റ്റ് ക്യാൻവയിൽ 2-3 ദിവസം പണിയെടുത്തിട്ട് 4-ാം ദിവസം പോസ്റ്റർ റെഡി ആക്കിയിട്ടുണ്ട്. പക്കയാണ്. പൈസ റേറ്റ് ആക്കിയപ്പോ ഒരു കട്ട്ലറ്റിന് 1.78 അങ്ങനെയൊക്കെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. 2 കട്ട്ലറ്റിന് 3, 5 കട്ട്ലറ്റിന് 10, 15 കട്ട്ലറ്റ് ഒരുമിച്ച് വാങ്ങാണ് ഫ്രീ. 15 കട്ട്ലറ്റ് ഒരുമിച്ച് വാങ്ങാണ് ഫ്രീ. 20 കട്ട്ലറ്റ് വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി തിന്നോളി. 2 ദിവസം. ഇതാണ് ഷായിക്കയുടെ നിലവാരം. അതല്ല, ആദ്യ കസ്റ്റമർ ഞാൻ വാങ്ങി ഉണ്ടാക്കലും പൊട്ടലും ഒരുമിച്ച് പൊട്ടി പാളിച്ചായി. അങ്ങനെ കുറെ കട്ട്ലറ്റ് ഉണ്ടാക്കി 20 കട്ട്ലറ്റ് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഒറ്റ ഉണ്ടാക്കിയപ്പോ ഒക്കെ പൊടിഞ്ഞിട്ട് ഒറ്റ കട്ട്ലറ്റ് ആയി മൊത്തത്തില്. അങ്ങനെ അവരതുണ്ട്. ആൾക്കാര് വിളിച്ചിട്ട് ഇടങ്ങേറാന്ന് വിചാരിച്ചിട്ടേ നമ്പറൊക്കെ മാറ്റി പുതിയ സിം വാങ്ങിയ ഒരാളുണ്ട്. ഞാൻ സിമ്മൊന്നും വാങ്ങിയിട്ടില്ല. ഒന്നാമത്തെ സാധനം തന്നെയാണ്. സിമ്മൊക്കെ വാങ്ങിയത് ഞാൻ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോയിരിക്കുന്നു. ഷായിക്ക പറഞ്ഞതിൽ ഒരു 70% തള്ളാണ്. സഹോ പ്രൈസ് ഇട്ട കഥ മാത്രമല്ല കറക്റ്റ്. ഇവിടം തൊട്ട് ഇവിടം വരെ വീഡിയോയില് കിട്ടുന്നുണ്ട്. നീ അടങ്ങിയിരിക്കും. യു കാം ഡൗൺ. ഇതാണ് കഥ. അപ്പൊ നമ്മള് വരുന്നത് പോനെ അപ്പൊ റിസർവ് ഒന്ന് കാണിച്ചോട്ടാ. റിസർവ് പർവാനിലേക്ക് വരുന്ന മുമ്പ് റിസർവ് ഉണ്ട്. ബ്ലാക്ക് സാൻഡ് ഒക്കെ ആയിട്ടുള്ള അടിപൊളിയാണ്. കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര കാറ്റാണ്, നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതെങ്കിലും ഒരുപാട് പ്ലാൻ ചെയ്താൽ എന്താണ് നടക്കുക. അതാണ് സത്യം. ഇംപ്രോംപ്റ്റു ആയിട്ട് ഈസ്റ്ററിന്റെ ലീവിന് പോവാം. എന്താ പറയുള്ളൂ, പ്രോംപ്റ്റ് ആയിട്ട് പോയിട്ട് പരിപാടി പെട്ടെന്ന് നിന്നെ കൊണ്ട് പോയാലേ ഇത് പോക്കാം. എന്റെ കടലെവിടെ? അയാൾ നടന്റെ പേരെന്തായിരുന്നു അതില്? അർജുൻ പുതിയ കാറൊക്കെ വാങ്ങിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമേ. സിറ്റിയിൽ 50 ഉണ്ട്. സീറ്റ് ബെൽറ്റ് ഒന്നും ഇടുവോ? അല്ലെങ്കിൽ ഇപ്പൊ സിറ്റിയില് സിറ്റിയിൽ 50,000 ഫൈൻ അടിച്ചാൽ ഈ ചളിക്കൊന്ന് ചിരിക്കട്ടെ. ഓ ഇല്ല, ഷായിക്കാരന്റെ നിലവാരം ഇല്ലാത്തതിന് മാത്രം ചിരിക്കാവുള്ളൂ. കോപ്പിറൈറ്റ് വരും. അതൊന്നും ഇട്ടല്ലേ, പാട്ടൊന്നും ഇട്ടല്ലേ? എന്റെ 1 മില്യൺ നമ്മൾ 6 പേരിരുന്ന് കാണി യൂട്യൂബിൽ. പിന്നെ ഒരു വീഡിയോ എടുക്കട്ടെ, പുറം ലോകം പോലും കണ്ടിട്ടില്ല. അർജുന്റെ തല അത് വീഡിയോ എടുക്കാം. അത് ഇത് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളത് കഴിഞ്ഞിട്ട് ഭയങ്കര ടയർഡായിരുന്നു. ഭയങ്കര തലവേദനയും ലോങ് ഡ്രൈവിങ്ങും കുറച്ച് റീൽസൊക്കെ എടുത്ത് നമ്മളിപ്പോൾ നേരെ വീട്ടിലെത്തി ഉറങ്ങി ഗൈസ്. ഉറങ്ങി പിറ്റേ ദിവസമായി. ഇനി ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. അപ്പോൾ അടുത്തൊരു വീഡിയോ എന്താണെന്നറിയില്ല ഉണ്ടാകുമ്പോൾ കാണാം.